ഹായ് ഗായ്സ്, നമ്മളിപ്പോ ഇന്ന് സീക്രട്ട് ഏജന്റ് സെറ്റപ്പിൽ മൂവി റിവ്യൂമായി വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ഏത് സിനിമയെ കുറിച്ചാണ് തുടരും എല്ലാരും കാത്തിരുന്ന് നല്ല പ്രതീക്ഷയോടുകൂടി അല്ലേ, ഒരു പുതിയൊരു തരുൺ മൂർത്തിയും കൂടെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ ഒരു പ്രതീക്ഷ ഉണ്ട്. അറിയാന്നുള്ള ആളാണല്ലോ. അതെ, നമുക്ക് സിനിമയിലുള്ള സിനിമാക്കാരാണ് നമ്മൾ പൊതുവെ, നമുക്ക് അറിയാവുന്ന കൊളീഗാണ്. ഹായ് ബൈ ബന്ധം. അപ്പോ പുള്ളിയുടെ സിനിമയും അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ? എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. എന്ന് വെച്ചാൽ ഒരു ലൂസിഫർ കണ്ടതിന് ശേഷം എമ്പുരാനല്ല, മുമ്പ് അതിനുശേഷം ഒരു മോഹൻലാൽ സിനിമ നല്ല രീതിയിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ, എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ തന്ന ഒരു സിനിമ തുടരുവാണ്. മോഹൻലാലിന്റെ കുറച്ച് മാസും ക്ലാസ്സും ആയിട്ടൊക്കെ മോഹൻലാലിന്റെ ഒരുപാട് സിനിമ ഇറങ്ങിയെങ്കിലും ഇപ്പം മലൈക്കോട്ടെ വൈബ് അങ്ങനെ കുറച്ച് പടങ്ങളൊക്കെ ഇറങ്ങിയല്ലോ. ഇപ്പൊ എമ്പുരാൻ വരെ ഇറങ്ങിയെങ്കിലും എനിക്ക് പ്രതീക്ഷ ഒത്ത് എനിക്കൊരു ഇത് തോന്നിയില്ല. ഇതെനിക്ക് പ്രതീക്ഷയേക്കാൾ കൂടുതൽ, ഞാൻ പ്രതീക്ഷ ഇങ്ങനെ അല്ലായിരുന്നു, കൂടുതൽ മോഹൻലാലിന്റെ ഒരു കുറെ കാര്യങ്ങൾ എനിക്ക് കിട്ടി. അങ്ങനെ അത് വെച്ച് നോക്കുമ്പോ ഒരു എന്ന് വെച്ചാൽ ഓൾ മൂവി വെച്ച് നോക്കുമ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു. പഴയ ഒരു ലാലേട്ടന്റെ ഒരു തിരിച്ചു വരവെന്ന് വേണമെങ്കിൽ പറയാം. ഈ സിനിമ അതാണ് മെയിൻ ആയിട്ട് എനിക്കും തോന്നിയത്. നമ്മുടെ വേറെ ബാക്കി എല്ലാ സാധനങ്ങളും ഒഴിച്ച് ബാക്കിയൊന്നും നോക്കിയില്ലെങ്കിലും ലാലേട്ടൻ അത് നമ്മള് കഴിഞ്ഞ ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഒരു പുതിയ സംവിധായകൻ വരുമ്പോഴ് ലാലേട്ടനെ ഉപയോഗിക്കണ ഒരു ഇതുണ്ടല്ലോ. ചിലപ്പോ ചിലവര് ലാലേട്ടനെ ഉപയോഗിക്കണ വളരെ പരീക്ഷണ ചിത്രത്തിലൊക്കെ ചിലപ്പോ കൊണ്ടിട്ട് കൊളാക്കി കളയും. മലൈക്കോട്ടെ വാലിബനില് അതല്ല ഞാൻ എന്റെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിനെ ഒരു ആസ് എ സ്റ്റാർ അങ്ങനെ എന്ന് വെച്ചാൽ അത്രയും സ്റ്റഫുള്ള ആളല്ലേ. ആസ് എ സ്റ്റാർ ഇത്രയും വർഷമായിട്ട് വളരെ കുറച്ചുപേരെ ഉപയോഗിച്ചിട്ടുള്ളൂ, എനിക്ക് അങ്ങനെ തോന്നി. കാരണം ഇത്രയും എല്ലാ സ്റ്റഫുള്ള ആളിന് ആകെ ജയിലറിൽ അവര് നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് പറ്റിയില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് കൂടുതൽ ആസ് എ സ്റ്റാർ എന്നുള്ളതിൽ കൂടുതൽ ആസ് ആൻ ആക്ടർ ഈ സിനിമ കുറച്ച് ലാലേട്ടനെ തിരിച്ചു കിട്ടിയത്. ആസ് എ സ്റ്റാർ മറ്റേ ജയിലർ സിനിമയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ ആസ് എ സ്റ്റാർ എന്നുള്ളതിനെക്കാട്ടി ഉപരി ആസ് എ ആക്ടർ ഒരുപാട് അതെ, ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിൽ ഈ സിനിമ നന്നായിട്ട്. കാരണം പോസ്റ്റ് ഒടിയന് ശേഷം അങ്ങനെ ഒരു ഭയങ്കര കുറച്ച് സിനിമകൾ അങ്ങനെ അധികം അങ്ങനെ പെർഫോമൻസ് അങ്ങനെ ഭയങ്കര എടുത്തു പറയുന്ന രീതിയിലുള്ള ഒരു പെർഫോം ചെയ്യാനുള്ള ചാൻസസും വന്നിട്ടില്ല. ഇതിൽ ഒരുപാടുണ്ട്, പെർഫോം ചെയ്യാൻ ഒരുപാട് ഏരിയ ഉണ്ടായിരുന്നു, അതെല്ലാം നല്ലപോലെ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കുറെ നാള് മിസ് ചെയ്ത ഒരു ലാലേട്ടനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തോടു കൂടി ഒരുപാട് രോമാഞ്ചം പറഞ്ഞ സാധനങ്ങള്. പിന്നെ ഫസ്റ്റ് ഹാഫില് ലാലേട്ടന്റെ വളരെ സന്തോഷത്തോടു കൂടി കാണുന്ന ആ സാധനമൊക്കെ കുറെ നാളായി. നല്ല എനർജറ്റിക് ആയിട്ട്, നല്ല എനർജി, നല്ല തുള്ളി ചാടി നിക്കണ ജില്ല നിക്കണ ആ ഒരു ഇതൊക്കെ കാണുമ്പോ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ പടം മൊത്തത്തിൽ നോക്കുന്നെങ്കിൽ ഈ പറയുന്ന കണക്ക് സ്റ്റോറി വൈസ് നോക്കുന്നെങ്കിൽ അത് എനിക്ക് ഇങ്ങനെ വേറെ കുറച്ച് കഥയും ഒരു സിനിമയായിട്ടൊക്കെ സിമിലാരിറ്റി ഒക്കെ തോന്നിയിരുന്നു. പ്രസിദ്ധമായ ഒരു സിനിമയെ പറ്റി അത് ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കണ്ടിട്ടുള്ളവർ കാണുക, ദൃശ്യം മോഡൽ തിങ് എന്നൊക്കെ പറഞ്ഞ അത് ലാലേട്ടന്റെ വായിന്ന് വീണതാണ്. അതുമായിട്ടൊരു എന്തോ അങ്ങനെ ഒരു സിമിലാരിറ്റി തോന്നിയ കുറെ പേർക്ക് അങ്ങനെ തോന്നിയത്. ഇപ്പൊ സിനിമ കണ്ട് ഇറങ്ങിയപ്പോഴും കുറെ അതിന്റെ ഒരു ഇത് മാത്രമേ എനിക്ക് ഇതില് നെഗറ്റീവായിട്ട് തോന്നി. നെഗറ്റീവ് എന്ന് പറയാൻ പറ്റൂല, എന്നാലും അങ്ങനെ ഒരു സംഭവം തോന്നിയുള്ളൂ. ഒരു ആവർത്തന വിരസത പോലെ ഒരു സാധനം. സ്റ്റോറി വൈസ് എനിക്കും അത് കുറച്ച് അത് നമ്മളെ എക്സൈറ്റ് ചെയ്തില്ല എന്നുള്ളൊരു എനിക്ക് തോന്നി, എനിക്ക് പേഴ്സണലി തോന്നി. കാര്യം അത് താനല്ലയോ ഇത് എന്നുള്ള സാധനങ്ങൾ കുറെ സംഭവം ഉണ്ട്. പിന്നെ അതിന്റെ ചെറിയ കുറച്ച് മറിച്ചിടൽ എന്നുള്ള സംഭവം മാത്രമേ ഉള്ളൂ, തിരിച്ചിട്ടു എന്നുള്ള സംഭവം മാത്രമേ ഉള്ളൂ. പിന്നെ ലാലേട്ടന്റെ കൂടെ തന്നെ ഈ ബിനു പപ്പു, പുള്ളി അടിപൊളിയാണ്. ബിനു പപ്പു ഇതിന്റെ വില്ലനും എനിക്ക് ഇഷ്ടപ്പെട്ടാണ്. എനിക്ക് വില്ലനെക്കാട്ടി കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ട ബിനു പപ്പുവിന് ആ ഒരു എടുത്തുചാട്ടക്കാരനായ പോലീസുകാരനെ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. നല്ല രസമായിരുന്നു, നല്ലപോലെ അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ. പിന്നെ ഇതൊരു ഫാമിലി ഇതെന്നുള്ള രീതിയിൽ എനിക്ക് അത്ര ഇത് തോന്നിയില്ല. ഈ ഫാമിലി ഡ്രാമ ആ ഒരു സംഭവം ഇവര് പറയുന്ന ട്രെയിലർ അതെല്ലാം കാണുമ്പോ ഇതൊരു ഫണ്ണ് ഫാമിലി കുടുംബത്തോടെ ഇരുന്ന് കാണാൻ സന്തോഷത്തോടു കൂടി കാണാൻ പറ്റുന്ന ഒരു സാധനമായിട്ടാണ് നമ്മള് ട്രെയിലർ കാണുമ്പോ തോന്നുന്നത്. പക്ഷെ ഇതൊരു അങ്ങനത്തെ ഒരു സിനിമയല്ല, ഇതൊരു സീരിയസ് സാധനമാണ്. ക്രൈം ത്രില്ലർ അല്ലേ, ത്രില്ലർ എന്ന് പറയാൻ പറ്റൂല, ക്രൈം
ക്രൈം ഡ്രാമ. ത്രില്ലർ എന്ന് പറയാൻ പറ്റില്ല. പറയാൻ പറ്റും, ത്രില്ലർ തന്നെ, ക്രൈം ത്രില്ലർ തന്നെ. അങ്ങനത്തെ ഇതിൽ പെടുന്ന ഒരു സിനിമയാണ് ഇത്. അപ്പം ആ ഒരു ഇതിൽ പോയി കാണണം. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മലയാള സിനിമ ഓടുന്ന ഒരു ജോണർ ഏതാണോ അത് തന്നെ, ആ ജോണർ തന്നെയാണ് ഈ ജോണർ. പിന്നെ അതിന് ലാലേട്ടന് ഒരുപാട് ചെയ്യാൻ പറ്റി. അതെ. ഇപ്പം കുറച്ച് ഫൈറ്റ് കൂടുതൽ കിട്ടി, കൂടുതൽ നല്ല. എനിക്ക് തോന്നുന്നു ലാലേട്ടന് വേണ്ടി ഒരു സിനിമ അല്ലേ, അതുപോലത്തെ ഒരു സംഭവമാണ്. എന്ന് വെച്ചാൽ ലാലേട്ടന് ഇപ്പം സ്ക്രീനിൽ ഒരു കണ്ടിരിക്കാൻ ഒരു സാധനം, ഒരു ഫാൻ ബോയ് അല്ലേ, ഫാൻ ബോയ് സാധനം. പക്ഷെ എന്ന് പറഞ്ഞാ മാസ് മസാല ഫാൻ ബോയ് അല്ല, അല്ലാത്തൊരു ക്ലാസിക് ഫാൻ ബോയ് ആണെന്ന് തോന്നുന്നു. അതെ, ക്ലാസിക് ഫാൻ ബോയ്, മാസ് കൊമേഴ്ഷ്യൽ സിനിമ, ഡൗൺ ടു എർത്ത് ഫാമിലി ഡ്രാമ. അത് അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു പുള്ളി ചിന്തിച്ച് ചെയ്തതെന്ന് തോന്നുന്നു അല്ലേ. അല്ലാതെ ഒരു ഇപ്പം ചില ഫാൻ ബോയ് പടങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഒരു മാസ് മൊത്തത്തിലൊരു ഫാൻ ബോയ് ആയിരിക്കും. പക്ഷെ അതല്ല, ഒരു സാധാരണക്കാരനായ ഒരാളാണ്. അങ്ങനെ അതിലൂടെയാണ് കഥ പോകുന്നത് തന്നെ അല്ലേ. ഇത് കുറച്ച് ഈ ആർട്ട് ഫിലിം ലവർ ആയിട്ടുള്ള ഒരു ഫാൻ ബോയ് പക്ഷെ നല്ല രീതിയിൽ തരുൺമൂർത്തി മോഹൻലാലിനെ ഉപയോഗിച്ചിട്ടുണ്ടായിട്ട് അത് എടുത്തു പറയാനാണ് കാര്യം. നമുക്ക് വി വിൽ ബി ഹാപ്പി. അതെ, നമുക്ക് ഒരു ഫാനിന് നല്ല രീതിയിൽ സന്തോഷം തോന്നും ഈ സിനിമ കാണുമ്പോൾ. പേഴ്സണലി എനിക്ക് ഈ സ്റ്റോറിയോടുള്ളൊരു വിമുഖത ഉണ്ടെന്നേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ ദൃശ്യമായിട്ടാണല്ലോ കമ്പയർ ചെയ്യാൻ സാധ്യതയുള്ളത്. പക്ഷെ ഈ ദൃശ്യത്തിൽ എന്ന് പറഞ്ഞാൽ സ്റ്റോറി ഭയങ്കര ജനറിക് ആയിട്ട് വരുന്ന ഒരു സ്റ്റോറിയാണ്, ഓർഗാനിക്കാണ്. അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് ഓക്കെ 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 എന്നുള്ള രീതിയിൽ കണ്ടോണ്ടിരിക്കാൻ പറ്റും. പക്ഷെ ഇതിന്റെ സ്റ്റോറിയെ അത്രത്തോളം ഒരു നമുക്ക് കണക്ട് ആവില്ല, അത്രയും കണക്ട് ആവുമെന്ന് തോന്നിയില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ള ഒരു തോന്നൽ, ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവിക്കുമോ എന്നൊരു സാധനം റിലേറ്റ് ചെയ്യാൻ പറ്റൂല. അതെ. പിന്നെ അതും പണ്ടാണെങ്കിൽ ചിലപ്പം പറ്റുമായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് 2024 കഥ കിടക്കണം. അപ്പോഴിങ്ങനെയൊക്കെ ഒരു പോലീസ് സ്റ്റേഷനിൽ നടക്കുവോ, ഇതെങ്ങനെയാണ്? അതൊരു റിലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു അതുകൊണ്ടൊരു പ്രശ്നമുണ്ട്. നമുക്ക് അങ്ങനെ ഒരു പോലീസുകാരൻ. അത് മാത്രമല്ല, ഫിസിക്കൽ അസോൾട്ട് അല്ലെങ്കിൽ സെക്ഷൽ അസോൾട്ട് ടുവേർഡ്സ് വുമൻ, അത് ഭയങ്കര കൂടണായിട്ട് തോന്നും അല്ലേ. അത് മലയാള സിനിമയിൽ ഇപ്പം അഭിവാജ്യ ഘടകം പോലെയാണ്. മിക്ക ക്രൈമിലും മിക്ക ത്രില്ലർ പടങ്ങളിലും ഈ ഒരു ഡാർക്ക് ആയിട്ടുള്ള പടങ്ങളിൽ എല്ലാത്തിലും അത് ഉപയോഗിക്കും. അല്ലാണ്ട് സ്റ്റോറി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. വില്ലനെ മേക്ക് ചെയ്യാനായിട്ട് ഇവരിങ്ങനെ വില്ലനെ മേക്ക് ചെയ്യാൻ വേണ്ടി സ്ത്രീകളെ ഉപദ്രവിക്കണം, വളരെ മോശമായിട്ട് ഉപദ്രവിക്കണം, ദേഷ്യം കൂട്ടാനായിരിക്കും മിക്കവാറും. ആണ്. പക്ഷെ അത് നമ്മൾ കൂടുതൽ കണ്ട് അത് ആവർത്തന വരസത. അതെ അതെ, നമ്മൾ ഈ റിയൽ ലൈഫുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നുള്ളൊരു തോന്നൽ വരും. അതിന്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. അതിന്റെ ഒരു പ്രശ്നം. എനിക്ക് അതൊരു കൊമേഴ്ഷ്യൽ സിനിമയിലെ ഒരു ചേരുവായിട്ട് അങ്ങ് കണ്ടൊതുക്കി ഞാൻ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഈ സിനിമയില് ശോഭനയ്ക്ക് സത്യം പറഞ്ഞ സ്ക്രീൻ ടൈം വളരെ കമ്പയർ ടു മോഹൻലാൽ വളരെ കുറവാണ് സ്ക്രീൻ ടൈം. അതൊന്നും ഇല്ല, അതായത് പുള്ളിക്കാരിയുടെ കുറച്ച് റോളുകളേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇതാണ് നമ്മുടെ തുടരും റിവ്യൂ റിവ്യൂ അല്ല ഒപ്പീനിയൻ റിവ്യൂ എന്ന് പറഞ്ഞ് നമ്മള് സിനിമ കണ്ടിട്ട് നേരെ കാറിന്റെ അകത്ത് കയറി നമ്മളെ അഭിപ്രായം പറയണം. നമുക്ക് അറിയില്ല എന്താണ് സംഭവം, പക്ഷെ പോസിറ്റീവ് ആയിരിക്കുമെന്നാണ് നമുക്ക് ഒരു തിയേറ്റർ റെസ്പോൺസ് വെച്ച് പോസിറ്റീവ് ആവാനാണ് സാധ്യത. കാര്യം എല്ലാവരും ക്ലാപ്പ് അടിയൊക്കെ ഉണ്ടായിരുന്നു, ഓരോരോ മൊമെന്റ്സിനും ക്ലാപ്പ് അടി, അവസാനം ഇറങ്ങാൻ നേരത്തും ക്ലാപ്പ് അടി. മൊത്തത്തില് പടം വിജയിക്കാൻ തന്നെയാണ് സാധ്യത. വിജയിക്കാൻ തന്നെ നല്ല വിജയമായിരിക്കും സാധ്യത തോന്നുന്നു. പിന്നെ കണ്ടിറങ്ങുന്നവർക്ക് ഈ പറയുന്ന കണക്ക് ചില സ്ഥലങ്ങളില് ചില കാര്യങ്ങളുടെ ഒരു ഇത് തോന്നും. അത് തോന്നും, അതും തോന്നും, ഇതും തോന്നുന്നു. എടാ അത് തോന്നട്ടെ, അത് തോന്നട്ടെ. പക്ഷെ ലാലേട്ടൻ അത് ഓക്കെയാണോ? അത് ഓക്കെ ആണെങ്കിൽ പോരെ, അത് മതി, ഇത് മതി. അല്ല, നമുക്ക് ഈ എൻപുരാനില് നമുക്കൊരു ഡ്രോബാക്ക് എന്ന് തോന്നിയ സാധനം ഈ ലാലേട്ടന്റെ ആ ഒരു ഫാക്ടർ, നമുക്ക് അതില് ഇമ്പാക്ട് നമുക്ക് അവിടെ ഉണ്ടായില്ല എന്നുള്ളത്. പക്ഷെ ഇതില് ലാലേട്ടൻ ഇമ്പാക്ട് മാത്രമേ ഉള്ളൂ. സോ അങ്ങനെ നോക്കുമ്പോൾ ഈ സിനിമ ഈസ് ഗോയിങ് ടു ബി എ ഹിറ്റ്. ഭയങ്കര ഹിറ്റ് ആയിരിക്കും. നേരൊക്കെ നല്ലോണം ഹിറ്റ് ആയതല്ലേ, ഭയങ്കര ഹിറ്റ് ആയിരിക്കും. ലാലേട്ടനെ സ്നേഹിക്കുന്ന ഒരാൾക്ക് അല്ലേ ഇത് കാണുമ്പോ ഒരു ട്രീറ്റ് തന്നെ.
Treat ചെയ്യണം. ഫസ്റ്റ് ഹാഫില് വിൽ ബി സോ ഹാപ്പി. അതെ സത്യം പറഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിൽ നമുക്ക് അത്ര എനിക്ക് വലിയ സംഭവം ഉണ്ട്. ഫസ്റ്റ് ഹാഫിൽ ആ പുള്ളിയുടെ ആ എനർജി ഒക്കെ കാണുമ്പോൾ നമുക്കൊരു തമ്പിച്ചേട്ടൻ വന്നതാ നല്ല രീതിയിൽ നല്ല രസം. തമ്പി അണ്ണൻ എനർജി ആയിരുന്നു. നമുക്ക് കുറച്ചും കൂടെ ഒരു 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 നൊസ്റ്റാൾജിക് ഫീല് ഒരു 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 അങ്ങനെയൊക്കെ തോന്നും. നല്ലൊരു രസമായിരുന്നു അല്ലേ? അപ്പൊ എല്ലാരും പോയി കാണുക. പിന്നെ കണ്ടവരുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ അതും അറിയിക്കുക. അപ്പൊ ഇത് ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് എൻഡ് ചെയ്താലോ? സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം. അതെ. അപ്പൊ അടുത്ത സിനിമയുടെ റിവ്യൂമായി കാണുമ്പോഴേക്കും ബൈ.